പ്രധാന വാർത്തകൾ. മെഡിക്കൽ കോളേജിൽ മോഷണ സംഘം സജീവം. കുനിഞ്ഞു നിന്നാൽ അണ്ടർവെയർ വരെ അടിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥ. തിരുവനന്തപുരം. തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഞെട്ടിച്ച് മോഷണ പരമ്പര തുടരുന്നു. ഒന്ന് കുനിഞ്ഞു നിന്നാൽ ഇട്ടിരിക്കുന്ന അണ്ടർവെയർ വരെ അടിച്ചുകൊണ്ടുപോകുന്ന അത്രത്തോളം അതിവേഗത്തിലാണ് ഇവിടെ കവർച്ചകൾ നടക്കുന്നത്. വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകളും പണമടങ്ങിയ ബാഗുകളും നിമിഷനേരം കൊണ്ട് കവർന്നെടുക്കുന്ന സംഘങ്ങൾ ആശുപത്രിയിൽ വിലസുകയാണ്. മിന്നൽ വേഗത്തിൽ കവർച്ച. ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാരായ രോഗികളുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്താണ് മോഷണം. അത്രത്തോളം വിദഗ്ധരായ മോഷ്ടാക്കളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. മൊബൈൽ ഫോണുകൾ. വാർഡുകളിൽ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുന്നവരും ഉറങ്ങുമ്പോൾ തലക്കിൽ വെക്കുന്നവരുമാണ് പ്രധാന ഇരകൾ. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ഫോണുകൾ അപ്രത്യക്ഷമാകുന്നു. കൈക്കലാക്കുന്നത് മിനിറ്റുകൾക്കുള്ളിൽ. ആളുകളുടെ ശ്രദ്ധ ഒന്ന് മാറിയാൽ മതി, കയ്യിലുള്ള ബാഗും പൾസും കള്ളന്മാർ കൈക്കലാക്കും. പരാതികൾ നിരവധി. നടപടി 0. ആശുപത്രിയിൽ മോഷണം പതിവായതോടെ നിരവധി പേരാണ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതുവരെയും മോഷ്ടാക്കളെ പിടികൂടാനോ മോഷണം തടയാനോ ഉള്ള യാതൊരു നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ്. പോലീസ് നിഷ്ക്രിയമെന്ന് പരാതി. മോഷണ സംഘങ്ങളെ പിടിക്കാനോ ആശുപത്രി പരിസരത്ത് സുരക്ഷ ഉറപ്പാക്കാനോ പോലീസ് തയ്യാറാകാത്തത് കള്ളന്മാർക്ക് കൂടുതൽ സഹായകരമാകുന്നു. സാധുക്കൾ ദുരിതത്തിൽ. ദൂരസ്ഥലങ്ങളിൽ നിന്നും ചികിത്സയ്ക്കായി എത്തുന്ന പാവപ്പെട്ട രോഗികളുടെ കയ്യിലുള്ള അവസാനത്തെ സമ്പാദ്യമാണ് ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നത്. ഉയരുന്ന ആവശ്യം. രോഗിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട തിരക്കുകൾക്കിടയിൽ സാധനങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാത്തത് മോഷ്ടാക്കൾക്ക് വളമാകുന്നു. കുനിഞ്ഞു നിൽക്കാൻ പോലും ഭയമാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അത്ര വേഗത്തിലാണ് മോഷണം നടക്കുന്നത് എന്നാണ് ചികിത്സയ്ക്കെത്തിയവർ പരാതിപ്പെടുന്നത്. എത്രയും വേഗം ഈ ക്രിമിനൽ സംഘങ്ങളെ പിടികൂടി പാവപ്പെട്ട സാധുക്കൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആവശ്യം.